ഹായ്, എല്ലാവരും റെഡിയല്ലേ? നമ്മൾ അക്ഷരങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞല്ലേ? ഇനി നമുക്ക് അത് ഉറപ്പിക്കണം, വേണ്ടേ? നമ്മുടെ സജിത ടീച്ചറിൻ്റെ ക്ലാസ്സിൽ സയൻസ് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവർ ടീച്ചർ പറഞ്ഞതുപോലെ പരീക്ഷണങ്ങൾ ചെയ്യാനായിട്ട് ഭയങ്കര താല്പര്യം കാണിക്കുന്ന കുട്ടികളാണ്. എന്താണ് ടീച്ചർ പറയുന്നത് ചെയ്യുമായിരുന്നു. അപ്പോൾ ചിത്രം നോക്കിയേ, ചെടി അല്ലേ? ചെടി എങ്ങനെ വേണമെങ്കിലും മുളക്കാം. എങ്ങനെയൊക്കെ മുളക്കും? വിത്തിൽ നിന്ന്, കൊമ്പിൽ നിന്ന്, വേരിൽ നിന്ന്, ഇലയിൽ നിന്നൊക്കെ അല്ലേ? അപ്പോൾ ഒരു ദിവസം ടീച്ചർ പറഞ്ഞ് എല്ലാവരും വിത്ത് മുളപ്പിച്ച് അതിൻ്റെ എല്ലാ ഘട്ടങ്ങളും നിരീക്ഷിച്ച് അതിൻ്റെ കുറിപ്പും എഴുതണം, ചിത്രവും എഴുതണം, വരക്കണം. പിന്നെ നിങ്ങൾക്ക് അതിൽ നിന്ന് എന്തെല്ലാം ഉണ്ടാക്കാമോ, അതായത് അതിൽ കഥ ഉണ്ടാക്കാം, കവിത ഉണ്ടാക്കാം അല്ലെ, ചെടിയെക്കുറിച്ച് സംഭാഷണം എഴുതാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞു. കുറച്ച് ദിവസം, ഒരാഴ്ചയോളം പിടിക്കും അല്ലേ ഒരു പ്രോജക്റ്റ് ചെയ്ത് തീർക്കാൻ. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ടീച്ചർക്ക് തന്നെ അത്ഭുതമായി. അപ്പോൾ കുറേ ഉൽപ്പന്നങ്ങൾ അവിടെ വന്ന് ക്ലാസ് റൂമിൽ. ടീച്ചർ അതെല്ലാം ലാപ്ടോപ്പിൻ്റെ സ്ക്രീനിൽ പ്രൊജക്ടർ വഴി എല്ലാവർക്കും കാണിച്ചു കൊടുത്തു. ഓരോരുത്തരുടെയും ഒന്നിനൊന്ന് വെട്ടുന്ന രൂപങ്ങളായിരുന്നു. അപ്പം അതിൻ്റെ അകത്ത് തമ്പി നല്ലൊരു ചിത്രം വരച്ചു കൊണ്ടുവന്നു. അതെ, ആ ചിത്രമാണ് ഈ കാണുന്നത്. നോക്കിയേ, എന്തൊക്കെ ഉണ്ട്? സസ്യത്തിൻ്റെ ഭാഗം, വേരുണ്ട്, നേരെ മുകളിലേക്ക് അതിൻ്റെ തായ്തടി, താഴത്തേക്ക് തായ് വേര് പോയി, മുകളിലേക്ക് തായ്തടി പോയി, ശിഖരങ്ങൾ, ഇലകൾ, പൂക്കൾ, കായകളെല്ലാം ഉണ്ടായല്ലേ? അപ്പം ഇത് നമ്മുടെ സത്യന് ഭയങ്കര ഇഷ്ടപ്പെട്ട്. അപ്പം സത്യൻ പിറ്റേ ദിവസം വന്നപ്പോൾ അതിമനോഹരമായിട്ടൊരു ഉൽപ്പന്നവുമായാണ് ക്ലാസ്സിൽ വന്നത്. അത് നമുക്ക് എന്താണെന്ന് കാണണ്ടേ? നമ്മുടെ സത്യൻ വരച്ചേക്കുന്ന ചിത്രം എങ്ങനെ ഉണ്ടെന്ന് നോക്കിയേ. നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഞങ്ങൾ ടീച്ചേഴ്സ് അത്ഭുതപ്പെട്ടു പോയി ഇത് കണ്ടപ്പോൾ. കണ്ട, എത്ര മനോഹരമാണ്. പേര് കൊടുത്തേക്കുന്ന എല്ലാത്തിനും. ചെടിക്ക് തായ്തണ്ട്, തണ്ട് അല്ലേ, തണ്ട്. ഇത് ശിഖരങ്ങള്, ഇലകള്, പൂക്കള്, കായ. ഇത് വേര്. നോക്കിയേ, തായ്തണ്ടിന് ഇട്ടേക്കുന്ന പേര് ആ, തായ് വേരിനോ ക. ഒരു പ്രത്യേകതയുണ്ട് അല്ലേ? ആ, നേരെ താഴത്തേക്ക് ക. ഓരോ ശിഖരങ്ങൾക്കും വലത്തേക്ക് പോയ ശിഖരങ്ങളുടെ പ്രത്യേകത നോക്കിയേ. ആ, ഇ, ഈ, ഉ, ഊ, ഋ. അതിനുശേഷം ഇടത്തേക്ക് എ, എ, ഐ ശിഖരങ്ങൾ. ഇനി ഇതിൻ്റെ ഇലകൾ നോക്കിയേ. ആ എന്നുള്ള ഇലയുടെ പേരെന്താ? കാ. ഈ എന്നുള്ള ഇലയുടെ പേരാ, കൊമ്പിലുണ്ടായ ഇലയുടെ പേര് കി. ഈ, കീ, ഉ, കു, ഊ, കൂ, ഋ, കൃ. നമ്മുടെ സത്യന് നല്ല ബുദ്ധിയില്ലേ? ഇടത്തേക്ക് പോന്ന് 3 കൊമ്പുകള് എ, എ, ഐ എന്ന് പേരിട്ടു. എന്നിട്ട് അതിലുള്ള ഇലകളുടെ പേര് എ എന്നുള്ള കൊമ്പിലുണ്ടായത് കെ. എ, കെ, ഐ, കൈ. ചിഹ്നങ്ങളൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ല? ആ എന്നുള്ളതിന് അതിന്റെ അനുപാതം അക്ഷരം ക, ചിഹ്നമില്ല, നേരെ താഴെ, നേരെ മുകളിൽ, നേരെ താഴെ. ആ, കാ, ചിഹ്നം ദീർഘം. ഇ, കി, ചിഹ്നം വള്ളി. ഈ, കീ, കെട്ടുവള്ളി. ഉ, കു, ഉകാരം. ഊ, കൂ, ഊകാരം. ഋ, കൃ, ഋകാരം. ഇത് ഏത് ഭാഗത്തേക്കാണ് ചെടിയുടെ? വലതുഭാഗത്തേക്ക്. ഇടതുഭാഗത്തേക്ക് പോകുന്നതോ? എ എന്നുള്ള കൊമ്പിൽ കെ, അവിടുത്തെ ചിഹ്നം പുള്ളി. ഏ, ഇലയുടെ പേര് കെ, കെട്ടുപുള്ളി. ഐ എന്നുള്ള കൊമ്പിലുണ്ടായത് കൈ, ഇരട്ടപ്പുള്ളികൾ. നേരെ 2 കൊമ്പങ്ങാട് പോയിട്ട് എന്താ ഉണ്ടായത്? 2 പൂക്കളാണ് ഉണ്ടായത്. 2 പൂക്കൾ. ആ നോക്കിയേ, ഒ,
ഓ. അതിലുണ്ടായ പൂക്കൾ, രണ്ട് പൂക്കൾ നോക്കിയേ, ഒരു കോ, അടുത്തത് കോ. ഇടതും വലതും ചിഹ്നങ്ങളുള്ള രണ്ടേ രണ്ട് അക്ഷരങ്ങളാണ് ഓ ഓ. കൊ കോ. ഇതെന്താണ്? പുള്ളി, ഇത് ദീർഘം. ഇത് കെട്ടുപുള്ളി, ഇത് ദീർഘം. നമ്മൾ എഴുതുമ്പോ എങ്ങനെ പറയണം? ക കെ കോ. ക കെ കോ. ഓക്കെ. വീണ്ടും ഒരു കൊമ്പും കൂടി ഉണ്ടായിരുന്നു പമ്പിയുടെ ചിത്രത്തില്. അപ്പൊ ദേ സത്യൻ കൊടുത്ത പേരെന്താണ് അതിന്? ഔ. അപ്പൊ അതിന്റെ ഇലയുടെ പേര് കൗ. മനസ്സിലായില്ലേ? അതിനുശേഷം വലത്തേക്ക് തിരിഞ്ഞ് രണ്ട് കായകള്. അതെങ്ങനെ മനസ്സിലായി? അപ്പൊ ഞാൻ സത്യനോട് ചോദിച്ചേ, എടാ എന്താണ് നീ പുറത്ത് പേരെഴുതിയത് എന്ന് ചോദിച്ചിട്ട്, കം ക എന്നുള്ളത് പുറത്തല്ല എഴുതിയേക്കുന്നത്, ഇതെല്ലാം അകത്തല്ല എഴുതിയിരിക്കുന്നത്. സത്യം പറയണേ ടീച്ചറേ, ഇതെല്ലാം ഇലകളല്ലേ, അതുകൊണ്ടാണ് ഞാൻ അകത്ത് പേരെഴുതിയത്. ഇതാ കായകളാണ്, അപ്പൊ വ്യത്യാസം വേണ്ടേ കായകൾക്ക്? അതുകൊണ്ട് ഞാൻ അതിന്റെ പേര് പുറത്തെഴുതി, പക്ഷെ കൊമ്പ് അരികത്ത് തന്നെ. ആ. ഉണ്ടാ? സത്യനൊരു ക്ലാപ്പ് കൊടുക്കണം നമുക്കല്ലേ? ഓക്കെ. ഇനി നമുക്ക് ഇത് ഒന്നിച്ചൊന്ന് പറയാം. നമ്മുടെ സ്വരാക്ഷരങ്ങളാണ്. അപ്പൊ നമുക്ക് ഈ ചെടിക്കൊരു പേരിടണ്ടേ? എന്തിടണം? സ്വരാക്ഷര ചെടി എന്ന് നമുക്ക് ഇടാം അല്ലേ? ഓക്കെ. അ ആ ഇ ഈ ഉ ഊ ഋ എ ഐ ഒ ഓ ഔ അം അ. അത് നമ്മൾ ചിഹ്ന രൂപത്തിലേക്ക് വ്യഞ്ജനങ്ങൾക്ക് കൊടുത്തപ്പോൾ ക കാ കി കീ കു കൂ കൃ കെ കേ കൈ കൊ കോ കൗ കം ക. എന്താ? വേര്, തണ്ട്, ശിഖരങ്ങൾ, ഇലകൾ, പൂക്കൾ, കായകൾ. ഇതിൽ നമ്മൾ പഠിച്ചു വരുമ്പോൾ ഇനി ഇതിൻ്റെ കണക്കുണ്ട്. അപ്പോൾ എല്ലാവരും പല പല ഉൽപ്പന്നങ്ങളായിട്ട് വന്നെന്ന് പറഞ്ഞില്ലേ? അപ്പൊ നമുക്ക് അടുത്ത ദിവസം അവർ കൊണ്ടുവന്ന ഗണിതത്തിന്റെ രൂപം നമുക്കിവിടെ അപ്ലൈ ചെയ്യാം. ഇന്നിപ്പോ നമ്മൾ ഈ ചെടി സ്വരാക്ഷര ചെടിയായിട്ട് തന്നെ പഠിക്കുക. ആ എന്നുള്ളത് തായ്തണ്ടിൽ നിൽക്കുന്നു. ക തായ്വേര്. വലത്തേക്ക് പോയ 6 കൊമ്പുകളിൽ ഉണ്ടായ വലത്തേക്ക് പോയ 6 കൊമ്പുകളാണ് ആ ഇ ഈ ഉ ഊ ഋ. അതിലുണ്ടായ ഇലകളാണ് ക കി കീ കു കൂ കൃ. ഇടത്തേക്ക് പോയ കൊമ്പുകളാണ് എ ഐ. അതിലുണ്ടായ ഇലകളാണ് കെ കേ കൈ. നേരെ പോയ കൊമ്പിലുണ്ടായ 2 കൊമ്പുകൾ ഓ ഓ. അതിലുണ്ടായ പൂക്കൾ കോ കോ. വീണ്ടും ഒരു കൊമ്പ് വലത്തേക്ക് പോയി കൗ. ഔ എന്നുള്ള കൊമ്പിൽ കൗ എന്നുള്ള ഇല. നേരെ പിന്നെയും പോയിട്ട് 2 കൊമ്പുകൾ അ. അതിലുണ്ടായത് കം ക എന്നുള്ള കായകൾ. അറിയാമേ അക്ഷരത്തിൽ കൂട്ടുകയുള്ളൂ. ബാക്കി ഇത് 2 ചിഹ്നങ്ങൾക്കാണ് പ്രാധാന്യം അല്ലെ? അപ്പൊ വ്യക്തമായി മനസ്സിലാക്കുക. സ്വരാക്ഷര ചെടിയിൽ നിന്ന് നമുക്ക് ഉറപ്പിക്കാം. അടുത്ത ദിവസം നമ്മൾ ഇതിനെ ഗണിത രൂപത്തിലേക്ക് മാറ്റുമ്പോൾ, അല്ലെ ഇതിപ്പോ സയൻസിന്റെ രൂപമാണ്, ഗണിത രൂപത്തിലേക്ക് മാറ്റുമ്പോൾ നമുക്ക് അങ്ങാടും ഉറക്കും അക്ഷരങ്ങളും ചിഹ്നങ്ങളും സ്വരാക്ഷരങ്ങളും. ഓക്കെ. അപ്പൊ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞ്. നന്ദി, നമസ്കാരം.